അല്ല, നീ എവിടെ അലക്കുന്നു? മെഷീനിലോ? നീ കല്ലിൽ കൊണ്ടുപോയി അലക്ക്. കറണ്ട് ബില്ല് എത്ര വരുന്നെന്ന് പറഞ്ഞിട്ടാ. ആയിക്കോട്ടെ, ഞാൻ അലക്ക്. മെഷീനിൽ അലക്കാൻ പോകുന്നു. രാവിലെ ഞാനും കൂടെ സഹായിച്ചു ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി കൂടെ എന്താ പണിയുള്ളത്? ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കാനോ കിടക്കാനോ വേണ്ടിയിട്ട്. ആ, അവിടെ അലക്കുക. ഓ, രാവിലെ എനിക്ക് അടിച്ചു തുടച്ചു. ഇടയ്ക്ക് കൈ വയ്യ കാല് വയ്യ എന്നൊക്കെ പറയാം. ഞാൻ സമ്മതിക്കില്ല. ഞാൻ എല്ലാ പണിയും അങ്ങ് ചെയ്യിപ്പിക്കും. ആ, ഇല്ല ഇല്ല ഇല്ല, പോകേണ്ട കൂട്ടമൊന്നുമില്ല. ഇവിടെ തന്നെ. ഞാൻ എന്ത് ചെയ്യാനാ? കല്യാണം കഴിച്ചു കൊടുത്ത് 35 വർഷമായി. എന്നിട്ടും വെറുതെ പണങ്ങി വന്നിരിക്കുക. ഭ്രാന്ത് പിടിക്കാം മനുഷ്യന്. ഇവിടെ ഒരാളുണ്ടല്ലോ താങ്ങിക്കൊണ്ട് നടക്കേ. അല്ലടോ, എനിക്ക് എങ്ങോട്ടും പോകാനോ വരാനോ ഒന്നിനും വഴിയില്ല. എന്ന് ഇവിടെ എന്തെല്ലാം സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ഒന്ന് പോയാൽ ആരോട് പറയാനാ? ആ ശരിട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ അറിയോ, പാലിക്ക് കൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലുമൊക്കെ തുണികൾ ഉണ്ടാന്ന് നോക്കട്ടെ. അവിടെ കൊടുക്കേ. കൊടുത്തു കൊടുക്കട്ടെ. നനച്ചിടാൻ പറയാം. വേറെ പണിയൊന്നും ഇല്ലല്ലോ അവൾക്ക്. അലക്കൽ കഴിഞ്ഞ. നിന്റെ കഴിഞ്ഞ ഇതെന്താക്കുക? എത്ര നേരമായി? അങ്ങ് വേഗം ഒന്ന് അലക്കിയെടുക്ക്. പിന്നെ എന്നാ ഇതൊക്കെ ഒന്ന് മുക്കിയിട് കേട്ടോ. ഇത് എവിടെയെങ്കിലും പോകെന്നും പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അലക്കേണ്ടി വരും. കാരണം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എടുക്കുന്ന സെറ്റ് സാരികളല്ലേ. എന്നാ ഇതൊക്കെ ഒന്ന് നല്ലോണം അലക്കിയിട്ട് മേലെ ഇടണ്ട, വെയിലത്തുണ്ട് കേട്ടോ. നിന്റെ ഏട്ടൻ വരുമ്പോഴേക്കും അലക്കിയെടുക്ക്. വരുമ്പോഴേക്കും അത് മീൻ പൊരിക്കാനുണ്ട്, അത് കാരണം പറയുക. ഇവിടെ ഇരിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് അലക്ക. പൂട്ടിയിട്ടുണ്ട്. അവിടെ പോയായിരിക്കും. ബിന്ദു, നീ എന്താ കല്ലിൽ അലക്കണത്? ആ വാഷിംഗ് മെഷീൻ എന്തിനു വാങ്ങി വെച്ചതാ? അത് കറണ്ട് ചാർജ് ഒരുപാട് വരണമെന്ന് പറഞ്ഞിട്ടേ ഏടത്തിയമ്മ പറഞ്ഞതായിട്ടാ കല്ലിൽ അലക്കാൻ. ഞാനതാ അവിടെ അലക്കുന്നത്. അവിടെ അങ്ങനെ പലതും പറയും, നീ അത് കേൾക്കണ്ട. തുണി എടുത്ത് മെഷീനുണ്ട്. വേണ്ട ഏട്ടാ, അതിൽ കുറച്ചല്ലേ ഉള്ളൂ. ഞാനങ്ങ് അലക്കിക്കോളാം. ഞാൻ പറഞ്ഞു കേട്ടാ മതി. തുണി എടുത്ത് മെഷീനുണ്ട്. ഇതൊക്കെ അലക്കിയതാ, അതൊക്കെ ഒരു പിഴയാലേ ഉള്ളൂ. പറഞ്ഞ് സമ്മതിക്കില്ല. ഇതൊക്കെ നല്ല തുണിയാ. അതൊക്കെ ഇവിടെ ഒരു നനച്ചിട. ഈ പരിപാടി നല്ല രസമുണ്ടല്ലോ. ഓ അത് ശരി, നീ ഇവിടെ സൂക്ഷിച്ച് ടി വി കാണില്ലേ? എന്റെ പെങ്ങള് നിന്റെ വേലക്കാരി. വേലക്കാരിയോ? വേലക്കാരികളാണോ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്? ഞാൻ ഇത്ര നേരം പണിയെടുത്തതാ. അവൾ അലക്കി, ഞാൻ വേറെ വല്ല പണിയൊക്കെ ചെയ്തു, അത്രേ ഉള്ളൂ. നീ ആൻ്റെ ഇവിടുത്തെ കരണ്ട് ബില്ല് കെട്ടുന്ന? അത് നീ പണിക്ക് പോയിട്ട് കൊണ്ടുവന്ന് കെട്ടണ?
അയ്യോ, നിങ്ങളിങ്ങനെ ചൂടാകാൻ മാത്രം ഒന്നുമില്ല. ആകെപ്പാടെ നമ്മുടെ 3 ആളുടെ തുണിയല്ലേ ഉള്ളൂ. അതിങ്ങനെ മെഷീനിലിടേണ്ട ബന്ധു എന്ന് ഞങ്ങൾ കല്ലിലന്ന് അലക്ക് അന്ന് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ അതിന് തെറ്റിദ്ധരിക്കാനും തരിച്ചോളെ. എനിക്കിപ്പോൾ എന്ത് പറയാനാ? ഇത് നല്ല കോലം. നീ ഏതാ ജാതി എനിക്കറിയില്ലേ. ഓ, അതിനിപ്പോൾ ഇത്ര മാത്രമൊന്നും പറയാനില്ല. അവൾക്ക് അലക്കാൻ ഇഷ്ടമാണത്രേ. അത് അവൾ സുഖമായിട്ട് അങ്ങ് കല്ലിൽ അലക്കുന്നു. തുണി വൃത്തിയാവുകയും ചെയ്യും. ആരും അലക്കുന്നില്ല അവിടെ. ആ തുണിയൊക്കെ മെഷീനിലിട്ടു. മെഷീനിലിടുകയെ? നിങ്ങൾക്ക് എന്താ വല്ല ഭ്രാന്തും ഉണ്ടാ? കറണ്ട് ബില്ല് 3000-ഉം 4000 ഒക്കെ വരുന്നത്. വേനൽക്കാലമാണ്. ഉള്ള ഫാനാണെങ്കിൽ മുഴുവനും കറങ്ങുക. പിന്നെ ഇപ്പോൾ സോളാർ വന്നാൽ കൂടി അവരുടെ കറണ്ടിൻ്റെ കമ്പിയിൽ കൂടിയാണ് നമുക്ക് കിട്ടുക. പിന്നെ പാതി കറണ്ട് ബില്ല് ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കണം. കറണ്ട് ഇല്ല പറഞ്ഞാൽ സോളാറും വർക്ക് ചെയ്യില്ലാന്ന്. അതൊക്കെയാണ് കാലം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെരുമാറണ്ടേ. അലക്കുന്ന തുണികളൊക്കെ കല്ലിൽ അലക്കുക. പിന്നെ അരയ്ക്കുന്നതൊക്കെ അമ്മിയിൽ അരയ്ക്കുക. അത് മിക്സി ഇതൊക്കെ ഒഴിവാക്കുക. അതാ ചെയ്യേണ്ടത്. അല്ലാണ്ട് എല്ലാം കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടുക, മിക്സിയിൽ അരക്കുക, അതൊന്നും വേണ്ട. പണ്ടത്തെ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. അതാണ് നോക്കേണ്ടത്. അത് നല്ല കാര്യമാണ്. പക്ഷെ പറഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യണം. ഓ, ഒന്ന് മതി, നിർത്തി. ഞാൻ ഒരു പണിയും ചെയ്യാത്ത ഒരാൾ തന്നെ അങ്ങനെ വിചാരിച്ചിരുന്നോളെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എത്രയെന്ന് വെച്ചാൽ ഈ 4 ചുമരുകളുടെ ഉള്ളിലിരുന്ന് മതിയായി. എങ്ങോട്ടും പോകാനുമില്ല, വരാനുമില്ല. നിങ്ങളാണെങ്കിൽ ഇത് രാവിലെ പോകുന്നു, പണി കഴിയണു, വൈകുന്നേരം വരുന്നു, ഉച്ചക്ക് ചോറ് കഴിക്കാൻ വരുന്നു, 4 ആൾക്കാരനെ കാണുന്നു. എനിക്ക് വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാം. മോൻ ഇങ്ങനെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കങ്ങ് പോയാലോ? പോയി 1 മാസം കഴിഞ്ഞിട്ടങ്ങ് വരാം. ആ ബാംഗ്ലൂർ സിറ്റിയൊക്കെ അങ്ങനെ കറങ്ങി കാണാലോ. കുറേ ആയില്ലേ പോയിട്ട്. ബാംഗ്ലൂർ പോകുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ബിന്ദുവിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ബിന്ദുവിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കേ? ബിന്ദു എന്തപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടിയാണോ? അയ്യോ, ഭർത്താവുമായിട്ട് പിണങ്ങി വന്നു, ചിലപ്പോൾ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഒരു വക്കീലെ കാണാൻ തീരുമാനമാക്കണം പറയേ. അമ്മയും മോനും കൂടി പിണങ്ങി തന്നെയല്ലേ? പോകാൻ പറയും അങ്ങോട്ട്. അതൊക്കെ നാട്ടിലുള്ളത് തന്നെയാണ്. അമ്മയും മക്കളും പിണങ്ങണതൊക്കെ അത് വലിയൊരു സംഭവമാക്കി നിങ്ങൾ തലയിലേറ്റ് വെച്ച് നടക്കൊന്നും വേണ്ട. ഇതിപ്പോൾ അങ്ങനെ ഒരു പണക്കമല്ലല്ലോ. ഇതിപ്പോൾ അവൻ്റെ പേർക്ക് വീടാക്കി കൊടുത്തതല്ലേ. അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ 100 പ്രാവശ്യം പറഞ്ഞില്ലേ മോൻ്റെ പേർക്ക് പെര എഴുതി കൊടുക്കണ്ടെന്നുള്ളത്. ഇവളുടെ അഹങ്കാരം കൊണ്ട് കൊടുത്തതല്ലേ. ഇവിടെ അനുഭവിക്കട്ടെ. അത് നമ്മളെന്ത് ഉത്തരവാദി? കൊടുത്തു പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു? ഇനിയിപ്പോൾ അതെന്താ തിരിച്ചു വാങ്ങിയിട്ട് ബിൽഡേഴ്സ് ആക്കി കൊടുക്കും. അതിന് വേണ്ട ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെയാണ് നിങ്ങളുടെ പെങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന വരെ ഒരു തരി മണ്ണാണ് നമ്മുടെ പേർക്ക് വേണ്ടേ. അതിന് വേഗം അങ്ങോട്ട് മക്കളുടെ പേർക്ക് എഴുതി കൊടുത്തു. അപ്പോൾ മക്കളുടെ സ്വഭാവം സ്പോട്ടിൽ അവൻ്റെ സ്വഭാവം മാറിയില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മളിവിടെ ഉള്ളത് കൊണ്ട് ശരി, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും? ഗൂഗിളാണല്ലോ. ഹലോ, ആ ആൻറ്റീൻ്റെ അമ്മയുണ്ട്. അമ്മൻ്റെ കൊടുക്കല്ലേ? ഓക്കെ ഓക്കെ. ഇന്ന ഫോൺ. ആ മോനെ, ആ ഇവിടെ ഉണ്ട്. എത്രയായി വന്നിട്ട്? 2 മാസമായില്ലേ. ആ ചെക്കനും രൂപവും ഇല്ലാണ്ട്. അതപ്പോൾ ഞങ്ങൾ ആ ചെക്കൻ്റെ കാര്യം പറഞ്ഞു നിൽക്കണേ. ഇവിടെ വീടിനെ പിടിച്ച് ആ ചെക്കൻ്റെ പേർക്കാക്കി കൊടുത്തോ. അവൻ പിടിച്ച് ഇവിടെ പുറത്താക്കി. രാത്രി 7-8 മണിയാകുമ്പോൾ. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞില്ല അത് തന്നെ. പിന്നെ വിളിക്കലുമില്ല, പറയലുമില്ല, പോക്കുമില്ല, ഒന്നുമില്ല. ഇന്ന് വരെ ഇവിടെ തിരിഞ്ഞു നോക്കാനും വന്നിട്ടില്ല. എന്ത്? നീ കൊണ്ടുപോവേ? എന്തിന്? നിങ്ങളവിടെ അമ്മയും മക്കളുടെ 3 ആളുടെ ചെലവന് എത്ര കിടക്കുന്നു? പിന്നെ പണിക്കാർ വേറെ. ഇനി ഇവളെയും കൊണ്ടുപോയിട്ട് എന്താക്കാനാ? മനസ്സമാധാനത്തിൽ അവിടെ ഇരുന്നോട്ടെ എന്നാ. ഇവിടെ എന്താ അവൾക്ക് മനസ്സമാധാനമില്ലേ? ഇവിടെ സുഖമായിട്ട് തന്നെയാണ് അവൾ ഇരിക്കുന്നത്. ഓ, ചെക്കനൊരു വിവരം പറയണതില്ല. പ്രസവിച്ച് വളർത്തിയ അമ്മനെ വേണ്ട. എൻ്റെ സ്വഭാവം ശരിയല്ലാത്ര. അവൾ നല്ലതാണ്. എടാ, ഞാനും അച്ഛനും അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുക. നിന്റെ ആൻറ്റി പോയ ശേഷം അവൾ അവിടെ കൊണ്ട് വിട്ടിട്ട് കൊണ്ടാക്കണ്ടേ? അതെന്താ? ആ, എനിക്ക് ഭ്രാന്തുണ്ടോടാ? ഇനി ഇവിടെ നീ കൊണ്ടുപോകാനാ? എൻ്റെ കോലവും ഭാഷയും ആ ബാംഗ്ലൂർ സിറ്റിയിൽ കൊണ്ട് ഇരുത്തേണ്ട പറ്റിയ ആള്. എടാ മോനെ, നിങ്ങളുടെ വില അങ്ങ് പോകും. അത് കാതിലുമില്ല, കഴുത്തിലുമില്ല, ഒരു തരി പൊന്നുമില്ല, ഒന്നുമില്ല. ഉള്ളതൊക്കെ അയാളെന്ത് വലച്ചു ബാക്കി അയാളുള്ളതിനെ ആ ചെക്കനും വാങ്ങിയെടുത്തു. പിന്നെ എന്താ ചെയ്യുക അവള്?
സ്വർണ്ണമൊന്നും വേണ്ടേ അവിടെ? ഓ, അപ്പൊ നിന്റെ അച്ഛൻ വിളിച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അല്ലേ? എന്നിട്ടിപ്പോ എൻ്റെ അടുത്ത് ഒരു സൂചന മാത്രം, കൊണ്ടുപോകട്ടെ എന്നുള്ളത്. നീ എന്തോ ചെയ്യ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ മക്കൾ എങ്ങനെയാ, നമ്മൾ എന്ത് സ്നേഹിച്ച് നോക്കിയിട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരി എന്നാ വെച്ചോ. നീ അത് സമ്മതിക്കാന്നറിയാം, അതുകൊണ്ട് മനഃപൂർവ്വം പറയാണ്ടിരുന്ന. ആ പോകാൻ സമ്മതിക്കില്ല ഞാൻ. അതെ, എൻ്റെ മോനാ ബാംഗ്ലൂരിലുള്ളത്, അല്ലാണ്ട് ഇവളെ മോനല്ല. ഞാൻ അവനെ വളർത്തി പഠിപ്പിച്ച് ജോലിയാക്കി കൊടുത്തത്. അവൻ കൊണ്ടുപോകേണ്ടത് എന്നെയാ, അല്ലാണ്ട് അച്ഛൻ്റെ പെങ്ങളെയല്ല. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. എന്തൊരു വിധിയാ ദൈവമേ! ഈ ഒറ്റപ്പെടുന്ന ജീവിതം ഉണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രം എൻ്റെ വിഷമം എന്താണെന്നറിയും. നീ മറ്റന്നാട്ടോ പോകുന്നത് മോൻ്റെ അടുത്ത്? നീ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കുന്നത് അത് എടുത്തോ, അല്ല എടുത്തു വെച്ചോ. നീ ഇപ്പോൾ സമാധാനം ഇപ്പോൾ അവിടെ ഇരുന്നോ. നീ വരുമ്പോഴേക്കും ഞാൻ മോൻ്റെ അടുത്ത് പട്ടയെല്ലാം വാങ്ങി എല്ലാം റെഡി ആക്കി വെക്കാം. ഇത് എടുക്കല്ലേ പോകുമ്പോ പറ്റട്ടെന്ന്. പിന്നെ നീ ലോങ് യാത്ര ചെയ്യല്ലേ, സാരി കൊടുത്തിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാ. എന്നാ ഞാൻ ഒരു ചുരിദാർ തരാം, ഇതിട്ടോ. ഇതെടുത്തോ. ബിന്ദുവാ, സമയായി. നല്ല പ്രായത്തിൽ തന്നെ നമ്മളെ സമ്പാദ്യം മുഴുവനും മക്കൾക്ക് എഴുതി കൊടുത്ത്, എന്നിട്ട് നമ്മളെ മക്കൾ പുറത്താക്കി ആർക്കും വേണ്ടാണ്ട് അലഞ്ഞു തിരിയുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഈ വീഡിയോ സമർപ്പിക്കുന്നു.